നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ പറ്റിയാണ്. ഇന്നത്തെ കോടതിയും കേരളം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതാണെന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വർഷം കേരളത്തിന് അർഹമായ തുക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തടഞ്ഞു വെക്കുന്നൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ സ്യൂട്ട് വിഡ്രോ ചെയ്താലേ കേരളത്തിന് അർഹമായ ഈ വർഷം കിട്ടേണ്ട പണം തരുമെന്ന് പറഞ്ഞിരുന്നു. അത് കോടതി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒന്നാമത്തെ ഫൈൻഡിങ് അതായിരുന്നു. ഈ വർഷം കൊടുക്കാനുള്ള അർഹമായ തുക കൊടുക്കണം. 13,600 കോടിയോളം രൂപ അനുവദിക്കണമെന്ന് തീരുമാനിച്ചു. ഏതായാലും അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നു. അതിൻ്റെ 8,000-ലധികം കോടി രൂപയുടെ അനുവാദം വന്നു. ഈ വർഷത്തെ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്നത് കുറച്ചേറെ തുക കണക്കുകളുടെ കാര്യത്തിനകത്തുള്ള തർക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പണം അനുവദിക്കണം. അത് സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. മൂന്നാമത് കോടതി പറഞ്ഞത് കേസ് തുടരാം, കാരണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ടാമത്തതിൻ്റെ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നതാണ്. അതിനകത്ത് ഒന്നും തരാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അത് ഏതായാലും കോടതിയിൽ അത് മെൻഷൻ ചെയ്തപ്പോഴാണ് ഇന്ന് കോടതി പറഞ്ഞത് ഇക്കാര്യം നിങ്ങൾ ഒന്നുകൂടി നോക്കണം, ഒന്നും കൊടുക്കില്ല എന്നുള്ള സമയമല്ല, നിങ്ങൾ ഒന്നുകൂടി ഇക്കാര്യം നോക്കണം, നാളെ രാവിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേരളം പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളത് പൊതുവിലിപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിനപ്പുറം ആ കാര്യങ്ങൾ പറയുന്നത് ഉചിതമല്ല. നാളെ ആ കാര്യങ്ങൾ വരും. പക്ഷേ ഇതിനകത്ത് കേരളം ഉന്നയിച്ചൊരു പൊതുവായ പ്രശ്നം പൊതുവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളം ഈ കാര്യത്തിനകത്ത് ഉന്നയിച്ചത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. കേന്ദ്രം എന്ത് പറഞ്ഞാലും കടമെടുപ്പ് പരിധിയുടെ പ്രശ്നമാണ് ഇപ്പോൾ വരുന്നതെങ്കിലും ഞങ്ങൾ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നം മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോടതി കേസ് അതാണെങ്കിലും കേരളത്തിന് ഏറ്റവും അർഹമായിട്ടുള്ള കിട്ടിക്കൊണ്ടിരുന്ന പണം നേരെ പകുതിയായി നികുതിയുടെ ഭാഗത്ത് കുറഞ്ഞു. ഒരു കടവും എടുക്കാനല്ല, വാസ്തവത്തിൽ നമ്മുടെ വരുമാനം, നമുക്ക് ലഭ്യമാകേണ്ട വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശതമാനം ആകെ ഇന്ത്യ ഗവൺമെൻറ് താഴോട്ട് കൊടുക്കുന്നതിൻ്റെ 3.8% 100 രൂപയിൽ 3 രൂപ 80 പൈസയായിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അത് 1 രൂപ 90 പൈസയായി കുറച്ചു. 1 രൂപ 90 പൈസയായിട്ട് കുറച്ച ശേഷം കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയത് 18,000 കോടി രൂപയാണ്. ഈ വർഷം 21,000 കോടി രൂപയാണ്. അപ്പോൾ ഇത് നേരെ പകുതിയായി കുറയ്ക്കാതെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അർഹതയനുസരിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഈ വർഷം കിട്ടുന്നത് 21,000 കോടി രൂപയ്ക്ക് പകരം ഒരു 21,000 കോടി കൂടി കിട്ടണം, ഇരട്ടി കിട്ടണം. ആ 21,000 കോടി രൂപ അർഹമായത് ഓരോ കേരളീയനും കിട്ടേണ്ടത് കേന്ദ്രത്തിൻ്റെ തെറ്റായ കണക്കുകൂട്ടൽ വന്നത് കാരണം കുറഞ്ഞതാണെന്നുള്ള പ്രശ്നമാണ് അടിസ്ഥാനം. ഇതിനൊപ്പം GST വന്നതോടുകൂടി വന്ന നഷ്ടം, മറ്റ് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അടിസ്ഥാനപരമായി പറയാൻ ഇവിടെ ശ്രമിക്കുന്നത്, കോടതിയിലെ കേസ് വരട്ടെ, അടിസ്ഥാനപരമായ പ്രശ്നം ഈ കാര്യത്തിനകത്ത് കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, അത് വേറെ കോടതി കിടക്കുന്നതാണ്. ധനകാര്യ പങ്കുവെക്കലിൻ്റെ കാര്യത്തിൽ ടാക്സ് ഓരോ സംസ്ഥാനത്തിനും അർഹമായി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പങ്കുവെക്കലില്ല. ഞാൻ സ്റ്റേറ്റുകളുടെ പേര് പറയുന്നില്ല. ഇന്ന് പ്രമുഖമായൊരു പത്രം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്കകം പ്രഖ്യാപിച്ച 18 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അദ്ദേഹം തറക്കല്ലിട്ടിട്ടുണ്ട്. കേരളത്തിൽ എത്ര വന്നിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സ്റ്റേറ്റിന് മാത്രം 10 ലക്ഷം കോടിയുടെ ഉണ്ട് അതിനകത്തുനിന്ന്. മനോരമയിലെ ലേഖനത്തിൽ വന്നത് ഞാൻ പറയുന്നതാണ്. ആ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബാലൻസ് വേണം. അപ്പോൾ ആ സ്റ്റേറ്റിൽ വേണമെങ്കിൽ കൂടുതൽ പറയാം. അപ്പോൾ ഒരു ബാലൻസ് അത്തരം കാര്യങ്ങളിൽ നിക്ഷേപങ്ങളിൽ വരണം. അപ്പോൾ കേരളത്തിൽ വരേണ്ട നിക്ഷേപം വരണം, എല്ലാ സ്റ്റേറ്റുകൾക്കും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കയ്യിലുള്ളത് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വളരെ പ്രശസ്തനായ സാമ്പത്തികകാര്യ വിദഗ്ധനാണ് C. രംഗരാജൻ. അദ്ദേഹം ഗവർണറായിരുന്നു റിസർവ് ബാങ്കിൻ്റെ, അതുപോലെ സാമ്പത്തിക രംഗത്തെ വളരെ പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞ ഇന്ന് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കേരളം ഈ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പറയുന്നത് ശരിയാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളത്തിനൊപ്പം നിൽക്കുന്ന ആ നിലപാട് എന്നൊക്കെ ധനമന്ത്രി KN ബാലഗോപാൽ പറയുകയാണ്.